ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് പഫ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. എളുപ്പത്തിൽ എന്ന് പറയാൻ കാരണം ഇതിന് പരത്തുകയോ കുഴക്കുകയോ ഒന്നും വേണ്ട. അതുപോലെ നല്ല ലേസായിട്ട് നല്ല മുരിഞ്ഞിട്ടുള്ള പഫ്സിന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ റമദാൻ നോമ്പിൽ ഒരുപാട് ഇഫ്താർ സ്നാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതൊക്കെ കണ്ടു നോക്കുക. നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്കിതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ സവാള, ഒരു വലിയൊരു സവാളയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് അത് വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചിയുടെ ആ ഒരു ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയിലയും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു നുള്ള് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. അപ്പോൾ നമ്മുടെ മസാല ഒരുപാട് ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡ്രൈ ആയപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്കിനെസ് പോലെ കിട്ടാൻ, നല്ലൊരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഈ പാനിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കി, ഇത് തണുത്ത ശേഷം അതിൻ്റെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ട വേണം. നമ്മൾ മുട്ട പഫ്സാണ് ഉണ്ടാക്കുന്നത്, 3 മുട്ട. പിന്നെ നമുക്ക് വേണ്ടത് സമൂസ ലീവ്സാണ്. അപ്പോൾ സമൂസ ലീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലെയേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ മൈദയുടെ പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല ഞാനിവിടെ 6 പഫ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 6 ഭാഗമായിട്ട് ആദ്യം തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 മുട്ട വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്ന 6 പപ്സ്. അപ്പോൾ അത് 3 മുട്ടയും ഞാൻ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്സിലേക്ക് 3 സമൂസ ലീവ്സാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 3 എണ്ണം ഒരുമിച്ച് ഒരേപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിലേക്കാണ് കേട്ടോ 3 എണ്ണം പറഞ്ഞില്ല, എന്നാലേ ലെയേഴ്സായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഈ കട്ട് ചെയ്ത് 2 എണ്ണം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പശ ഒട്ടിച്ച് കൊടുക്കാം. മൈദയുടെ പശ ഒട്ടിച്ച് ഇതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ മസാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മസാല ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 6 എണ്ണം ആക്കി എടുത്ത് വെച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് എല്ലാത്തിലേക്കും കറക്റ്റായിട്ട് തന്നെ ഈ ഒരു മസാല ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ഒരു മുട്ടയുടെ പകുതിയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ അറ്റഭാഗത്തും ഇതുപോലെ ആ ഒരു മൈദയുടെ പശ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഫ്സിനൊക്കെ മടക്കുന്ന പോലെ അങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ 2ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇങ്ങനെ പശ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഇതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലെയർ ആക്കിയിട്ടുള്ള സംഭവം അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതും നേരത്തെ ഫോൾഡ് ചെയ്തെടുത്ത പോലെ തന്നെ ആ ഒരു അറ്റഭാഗത്ത് ഈ ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി കൊടുത്തിട്ട് പഫ്സിൻ്റെ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ 2ാമത്തെ ലെയർ ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ 3ാമത്തെ ലെയർ വെക്കുന്നത്. അങ്ങനെ 3 ലെയേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ പപ്സിനൊക്കെ പൂതി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. പപ്സ് ഉണ്ടാക്കാൻ കുറച്ച് പണിയല്ല, ഇങ്ങനെ പരത്തിയൊക്കെ കൊണ്ടുപോകണ്ടേ, മൈദ കുഴച്ചിട്ടൊക്കെ വേണ്ടേ ശരിക്കും പപ്സ് ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയറും ഇതുപോലെ തന്നെ നമുക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ലെയേഴ്സായിട്ട് നമുക്ക് പഫ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മൂന്നാമത്തെ ലെയറും ഞാൻ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഇപ്പോൾ കാണിക്കേണ്ടല്ലോ, ഒന്ന് കാണിച്ചാൽ മതിയല്ലോ, ഒരു മെത്തേഡ് കാണിച്ചാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പഫ്സ് ഇവിടെ പഫ്സ് റെഡി ആയിട്ടില്ല, ഫ്രൈ ചെയ്താലേ റെഡി ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു പഫ്സിൻ്റെ ആ ഒരു കളറാവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മൊരിഞ്ഞിട്ടുള്ള പഫ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നോമ്പിനൊക്കെ പഫ്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് അതിൽ നിന്ന് പോയ ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ 6 പഫ്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കിടിലൻ പഫ്സ് റെസിപ്പിയാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പഫ്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്